ഹായ് ഫ്രണ്ട്സ്, ട്രിക്കാൻ ടെക്കിൻ്റെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്ന വീഡിയോ സേഫ്റ്റി സംബന്ധമായിട്ടുള്ള ഒരു വീഡിയോയുമായിട്ടാണ്. എനിക്ക് 100% ഉറപ്പുണ്ട് നിങ്ങൾ ആലോചിക്കും നിങ്ങളുടെ വീട് എത്രമാത്രം സുരക്ഷിതമാണ് എൻ്റെ ഈ വീഡിയോ കണ്ടതിന് ശേഷം. അപ്പോൾ നിങ്ങൾ തന്നെ തീരുമാനിക്കും നിങ്ങളുടെ വീട് സുരക്ഷിതമാണോ അല്ലയോ എന്നുള്ളത്. നമ്മളെല്ലാം വീട് വയ്ക്കുന്നത് സുരക്ഷയുടെ ഭാഗം കൂടിയാണ്. അടച്ചുറപ്പുള്ള ഒരു വീട്, അതിൽ ഒരു പ്രധാന ഘടകമാണ് ഡോറ്, മെയിൻ ഡോറ്. ഈ ഡോറ് നല്ല കാതലുള്ള അല്ലെങ്കിൽ നല്ല സ്ട്രോങ് ആയിട്ടുള്ള തടി വെച്ചിട്ടായിരിക്കും മിക്കവാറും എല്ലാ ആളുകളും ചെയ്യുന്നത്. ഇതിന് വേണ്ടിയിട്ട് നല്ല ഭംഗിയുള്ള ലോക്കുകളും വയ്ക്കും. ഇപ്പോൾ കണ്ടുവരുന്ന ലോക്കുകളെല്ലാം സിലിണ്ടറുള്ള ടൈപ്പാണ്. ഇത് 2 കാരണങ്ങളാണ് ഇതിനുള്ളത്. ഒന്ന്, ഇത് വളരെ ഈസിയാണ് മെയിൻ്റെനൻസ് ചെയ്യാൻ. എന്തെങ്കിലും കംപ്ലൈൻറ്റ് വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ സിലിണ്ടർ മാത്രം റീപ്ലേസ് ചെയ്താൽ മതി, ലോക്ക് മുഴുവൻ മാറ്റേണ്ട. പണ്ട് കാലങ്ങളിലൊക്കെ മണിച്ചിത്രത്താഴ് വലിയ ലോക്കായിരുന്നു. അതിനുശേഷം മോട്ടറൈസ് ലോക്കുകൾ, സിലിണ്ടർ ലോക്കുകൾ, ഇപ്പോൾ ടച്ച് സ്ക്രീന് അല്ലെങ്കിൽ ടച്ച് ബട്ടണുകളുള്ള ലോക്കുകൾ വരെ എത്തി. എനിക്ക് തോന്നുന്നു ഇതിൻ്റെ എല്ലാം കാരണം, ഇതിലേക്ക് മാറുന്നതിൻ്റെ കാരണം മിക്കവാറും ഈ കീയുടെ വലിപ്പമായിരിക്കും. മണിച്ചിത്രത്താഴിനൊക്കെ വലിയ കീ ആയിരുന്നു, മോട്ടറൈസ് ലോക്കിനും നീളമുള്ള കീയാണ്, അത് കൊണ്ടുപോയി നടക്കാനുള്ള ബുദ്ധിമുട്ട്. ഇപ്പോൾ സിലിണ്ടർ ടൈപ്പ് ലോക്കുകൾക്ക് ചെറിയ കീയാണ്. അപ്പോൾ ഇത് കാണാൻ നല്ല ഭംഗിയാണ്, അത്യാവശ്യം സ്ട്രോങ്ങുമാണ്. പക്ഷേ ഇത് കോമൺ ആയിട്ട് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഉപയോഗിച്ച് വരുന്നതാണ്. ഇതിനൊരു വലിയൊരു ദോഷഫലമുണ്ട്. അപ്പോൾ ആ ഒരു ദോഷഫലം എന്താണെന്ന് ഞാൻ കാണിക്കുന്നത്. പറയുന്ന പോലെ തന്നെ അത് നല്ല സ്ട്രോങ് ആണ്. നമ്മളൊന്ന് ചവിട്ടിയാൽ ഡോറ് പൊളിഞ്ഞു പോകുന്നതല്ലാതെ ആ ലോക്കിനൊന്നും സംഭവിക്കില്ല. എങ്കിൽ പോലും വളരെ ഈസി ആയിട്ട് ഈ ലോക്ക് ആർക്ക് വേണമെങ്കിലും ഓപ്പൺ ചെയ്യാം. അതൊരു വലിയൊരു കാര്യമാണ്. നമ്മളൊക്കെ റൂമിനകത്ത് കിടക്കുന്ന സമയത്താണെങ്കിൽ നമ്മളകത്ത് ടവർ ബോൾട്ടും കാര്യങ്ങളെല്ലാം ഇടുന്നതുകൊണ്ട് ലോക്ക് തുറന്ന ആൾക്കാർ കുത്തി പൊളിച്ചാലും ഒരു പ്രശ്നമല്ല, അകത്ത് ടവർ ബോൾട്ട് എല്ലാം ഉള്ളത്. പക്ഷെ നമ്മൾ വെളിയിൽ പോകുന്ന സമയത്ത് നമ്മൾ മെയിൻ ഡോറ് ജസ്റ്റ് കീ വെച്ച് മാത്രം നമ്മൾ ലോക്ക് ചെയ്തിട്ടാണ് പോകുന്നത്. ഇത് എത്രമാത്രം സേഫാണ് എന്നുള്ളതാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. ഇതിനുശേഷം ഈ വീഡിയോ കണ്ടതിന് ശേഷം തീർച്ചയായിട്ടും നിങ്ങൾ ഉടനെ തന്നെ ഒരു കാർപ്പൻറ്ററെ വിളിച്ച് ഈ സിലിണ്ടർ ടൈപ്പുള്ള ലോക്കുകൾ വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഉടനെ തന്നെ റീപ്ലേസ് ചെയ്യുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. കാരണം നമ്മുടെ സേഫ്റ്റിയാണ് ഫസ്റ്റ്. നമ്മുടെ വീടിനകത്തുള്ള സാധനങ്ങൾ മസ്റ്റായിട്ട് നമ്മൾ കെയർ ചെയ്യേണ്ടതാണ്. അപ്പോൾ ഞാൻ കാണിച്ചു തരാം ഈ വളരെ ഈസി ആയിട്ട് ഈ ലോക്ക് എങ്ങനെ ഓപ്പൺ ചെയ്യാൻ പറ്റും എന്നുള്ളത്. ഇതാണ് എൻ്റെ മെയിൻ ഡോറിൻ്റെ ലോക്ക്. ഇതാണ് ഞാൻ മുന്നേ പറഞ്ഞ സിലിണ്ടറുള്ള ടൈപ്പ് ലോക്ക് എന്ന് പറയുന്നത്. ഇതെന്തെങ്കിലും കംപ്ലൈൻറ്റ് പറ്റി കഴിഞ്ഞാൽ നമുക്ക് ഈ സിലിണ്ടർ മാത്രം മാറിയാൽ മതി. അപ്പോൾ ഒന്നല്ലെങ്കിൽ നിങ്ങൾ ഏറ്റവും ക്വാളിറ്റി ഉള്ള ബ്രാൻഡഡ് ആയിട്ടുള്ള സിലിണ്ടറുകൾ വാങ്ങുക. അതല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ടൈപ്പ് ലോക്കുകൾ മാക്സിമം ഉപയോഗിക്കരുത്. അതെൻ്റെ ഒരു അഡ്വൈസാണ്. അപ്പോൾ ഞാനിത് കാണിച്ചു തരാം എങ്ങനെയാണ് നമുക്ക് ഇത് ബ്രോക്കൺ ചെയ്ത് ഈ ഡോർ തുറക്കാൻ പറ്റുന്നത് എന്നുള്ളത്. എന്നിട്ട് നിങ്ങൾ തന്നെ തീരുമാനിക്കും ഇത് സേഫ് ആണോ അല്ലേ എന്നുള്ളത്. ആദ്യമായി ചെയ്യുന്നത് ഈ ഇതിൻ്റെ ഹാൻഡിൽ പീസ് അഴിച്ചെടുക്കണം. ആകെ 4 സ്ക്രൂ ഉള്ളത്. അത് സ്റ്റാർ സ്ക്രൂ ഡ്രൈവർ വെച്ച് വളരെ ഈസി ആയിട്ട് അഴിച്ചെടുക്കാവുന്നതാണ്. അപ്പോൾ ഞാനിതിൻ്റെ ഹാൻഡിൽ ഈ സ്ക്രൂ ഡ്രൈവർ വെച്ച് ഞാൻ അഴിച്ചെടുത്തു. നമ്മളതിൻ്റെ ഹാൻഡിൽ അഴിച്ചെടുത്തു. ഇനി ഞാൻ ഈ പൈപ്പ് റേഞ്ചർ വെച്ചിട്ട് ഇത് ടൈറ്റ് ചെയ്യുകയാണ്. ടൈറ്റ് ചെയ്ത് വളരെ ഈസിയായി ഞാൻ ആ സിലിണ്ടർ ബ്രോക്കൺ ചെയ്തു. ഇനി ഞാൻ ഇതിൻ്റെ അകത്തുള്ള ഇതെല്ലാം എടുത്തു കളയുകയാണ്. ഓപ്പോസിറ്റ് സൈഡിലുള്ള പീസ് ഞാൻ അങ്ങോട്ടേക്ക് തള്ളിക്കളഞ്ഞു. അതിനുശേഷം ഇതിൻ്റെ അകത്ത് കിടക്കുന്ന ഈ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു ഇതുണ്ട്, അത് എടുത്ത് കളയുകയാണ്. അത് സ്ക്രൂ ഡ്രൈവർ വെച്ചിട്ട് ഇപ്പോൾ നമ്മുടെ ഈ സിലിണ്ടറിൻ്റെ ആ ഹോള് ക്ലീൻ ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ അതേപോലെ തന്നെയുള്ള മറ്റൊരു സിലിണ്ടർ ഞാൻ കയറ്റുകയാണ്. ഡോറ് ലോക്കായി കിടക്കുകയാണെന്നുള്ള കാര്യം നിങ്ങൾ ഓർക്കുക. കിടന്ന് ഇനി ഞാൻ ഇത് വെച്ചിട്ട് ഈ ഡോർ ഞാൻ ഓപ്പൺ ചെയ്യുകയാണ്. ഇതാ എനിക്കിപ്പോൾ ഈ സിലിണ്ടർ വെച്ചിട്ട് എനിക്കിത്
ഓപ്പൺ ചെയ്യാനും ലോക്ക് ചെയ്യാനും പറ്റുന്നതാണ്. ഇനി ഞാൻ ഈ സിലിണ്ടർ എടുത്തതിന് ശേഷം ഈ ഹാൻഡിലിടുകയാണ്. ഈ ഹാൻഡിൽ കടത്തി ഇനി ഞാൻ തിരിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഈ ഡോറ് ഓപ്പൺ ചെയ്തെടുക്കാൻ പറ്റും. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും ഈ ലോക്ക് എത്രമാത്രം സേഫ്റ്റി ആണെന്നുള്ളത്. ഈ സിലിണ്ടർ എന്ന് പറയുന്നത് വെറും മെറ്റലിൻ്റെ സാധനം തന്നെയാണ്. പക്ഷേ ഇതിൽ കണ്ടോ, ആകെ ഉള്ളത് ഈ ഒരു ചെറിയ പോർഷൻ മാത്രമേ ഈ രണ്ട് പീസും തമ്മിലുള്ള ഒരു പിടുത്തമുള്ളൂ. ഈ പിടുത്തത്തിൻ്റെ ഇടയ്ക്ക് തന്നെ ഒരു ഹോളും ഉണ്ട്. അപ്പോൾ ആകെ ഇതുള്ള ഈ രണ്ട് നേരിയ ഒരു പിടുത്തം മാത്രമേ ഇതിനുള്ളൂ. ഇതൊരിക്കലും തള്ളിക്കഴിഞ്ഞാൽ തുറന്നു പോരില്ല, പക്ഷേ ഇത് ഈസി ആയിട്ട് നമുക്ക് ബ്രോക്കൺ ചെയ്യാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും ഈ സിലിണ്ടർ ഇട്ട് ലോക്ക് ചെയ്യുന്ന ലോക്കുകൾ എത്രമാത്രം സേഫ് ആണെന്നുള്ളത്. അപ്പോൾ ഇന്ന് തന്നെ നിങ്ങളും പറ്റുമെന്നുണ്ടെങ്കിൽ ഇത്തരം ലോക്കുള്ളവർ അത് ചേഞ്ച് ചെയ്ത് ഏറ്റവും നല്ലത് മോട്ടറൈസ് ലോക്ക് അല്ലെങ്കിൽ റിംഗ് ലോക്കുകൾ, ഇങ്ങനെയുള്ള ലോക്കുകൾ നമ്മൾ മാക്സിമം ഈ സിലിണ്ടറുള്ള ലോക്കുകൾ ഒഴിവാക്കുക. അതല്ലെന്നുണ്ടെങ്കിൽ നല്ല ക്വാളിറ്റിയുള്ള ബെസ്റ്റ് സിലിണ്ടർ നോക്കി നിങ്ങൾ ചൂസ് ചെയ്യുക. ഇതിൻ്റെ ബ്രാൻഡെന്ന് ഞാൻ പറയുന്നില്ല, നല്ല ബ്രാൻഡഡ് ആയിട്ടുള്ള ലോക്കൽ. നമ്മൾ കുറച്ച് പൈസ ലാഭിക്കാൻ വേണ്ടിയിട്ട് ലോക്കൽ ഐറ്റംസുകൾ നമ്മൾ വാങ്ങാതിരിക്കുക. പൊട്ടിയ നമ്മുടെ ആ രണ്ട് പീസുകൾ ഇതിൽ കണ്ട ആകെ ഒരു പിടുത്തം എന്ന് പറയുന്നത് ഈ ലോക്കിൽ ഈ ഒരു പോർഷൻ മാത്രമേ ഉള്ളൂ. ഇത്രയും പിടുത്തത്തിലാണ് ഈ ലോക്ക് നിൽക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ആദ്യം പറഞ്ഞത് തൊട്ട് സേഫ് അല്ല എന്നുള്ളത്. ഇതൊരു സേഫ്റ്റി ടിപ്പാണ്. നമ്മുടെ വീട്ടിലുള്ളവരും സുരക്ഷിതരായിരിക്കുന്നതിൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് തീർച്ചയായിട്ടും നിങ്ങളിതിൻ്റെ ഈ ഇത്തരം സിലിണ്ടറുകൾ, കുറഞ്ഞ സിലിണ്ടറുകൾ ഇന്ന് തന്നെ റീപ്ലേസ് ചെയ്യുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഈ അറിവ്, ഈ സേഫ്റ്റി സംബന്ധമായിട്ടുള്ള ഈ അറിവ് മറ്റുള്ളവരിലേക്ക് എത്തുന്നതിന് വേണ്ടിയിട്ട് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ ഇനി അടുത്ത സേഫ്റ്റി ടിപ്പും അല്ലെങ്കിൽ അടുത്ത ട്രിക്കുമായിട്ട് ഉടനെ എത്തുന്നതായിരിക്കും. സലാം.